ഹലോ ഗായ്സ്, ഞങ്ങളുടെ സ്വന്തം തൃശ്ശൂർ പൂരത്തിന്റെ ആദ്യ പൂര വിളംബരമായിട്ടുള്ള പൂരപ്പന്തലിന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. കുറുപ്പം റോഡ് തുടങ്ങുന്ന ഭാഗത്ത് പാറമേക്കാവിന്റെ പൂരപ്പന്തലിന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രി പൂരപ്പന്തലിന്റെ പണി തുടങ്ങുന്ന കാണുന്ന ഭയങ്കര എക്സൈറ്റ്മെന്റ് ആട്ടോ. ഞാൻ എല്ലാ വർഷവും അതിന് സാക്ഷ്യം വഹിക്കാറുണ്ട്. എനിക്കത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആവും. വാവ്, പൂരം എത്തി എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റിന്റെ സന്തോഷം മനസ്സിലുണ്ടാവും. അതുപോലെ തന്നെ പൂരം എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ്നെസ് ആയിട്ടില്ല, അതായത് എല്ലാ ഷോപ്സും ഒന്നും തുറന്നിട്ടൊന്നുമില്ല. പൂരം ഡെവലപ്പ് ചെയ്യുന്നത് വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടാണ്. ഓരോ ദിവസം കഴിയുന്തോറും പൂരത്തിന്റെ ആ ഒരു പൊലിമ കൂടി 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 വന്ന് പൂരമാകുമ്പോൾ അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് എക്സ്പ്ലോഡ് ചെയ്യും. അതാണ് തൃശ്ശൂർ പൂരത്തിന്റെ ഒരു രീതി. ഇത്ര നാട് നിങ്ങൾ കാവശ്ശേരി പൂരം, മറ്റേ പൂരം, മറിച്ച പൂരം എന്നൊക്കെ പറഞ്ഞിട്ട് പാടത്തും പറമ്പിലും ഒക്കെ ഇട്ട് പൊട്ടിച്ചതൊന്നും അല്ല. ഇനി ഞങ്ങളുടെ തൃശ്ശൂർ പൂരത്തിന്റെ പൊട്ടിക്കലാണ് ഇനി വരാൻ പോകുന്നത്. ചെറിയ പ്രായത്തില് പൂരപ്പറമ്പിൽ ഇങ്ങനെ വണ്ടറടിച്ച് നിൽക്കുന്ന ആ ഒരു കുട്ടിയുടെ ഫീലിംഗ് ആണ് എനിക്ക് ഓരോ സമയത്തും പൂരപ്പന്തലിന്റെ പണി കാണാൻ പോകുമ്പോഴും അല്ലെങ്കിൽ ആ റോട്ടിലൂടെ ഇങ്ങനെ ചുമ്മാ സഞ്ചരിക്കുമ്പോഴും ബൈക്ക് സ്കൂട്ടറിൽ പോകുമ്പോഴും ഒക്കെ തോന്നാറുള്ളത് അങ്ങനെയാണ്. ആ ഒരു കൗതുകമാണ്. എത്രയായി പന്തല് ഇത്ര ഉയരത്തിലേക്ക് എത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. പന്തല് പണി ഇങ്ങനെ പതുക്കെ 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 അഡ്വാൻസ് ചെയ്തിട്ട് സാമ്പിൾ വെടിക്കെട്ടിന്റെ അന്നാണ് അത് കംപ്ലീറ്റ് ആയി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുക. അപ്പൊ അതിന് ഉള്ള തയ്യാറെടുപ്പിലാണ്. പാറമേക്കാവിന്റെ നമ്മുടെ മണികണ്ഠനാൽ ഭാഗത്ത്, അതായത് കുറുപ്പൻ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്താണ്. അതുപോലെ തിരുവമ്പാടിക്ക് 2 പന്തലുകൾ ഉണ്ടാവും. MG റോഡിന്റെ തുടക്കത്തിലും അതുപോലെ നായ്ക്കനാൽ ജംഗ്ഷനിലും ഷൊർണൂർ റോഡിന്റെ തുടക്കത്തിലും. അങ്ങനെയാണ് പൂരപ്പന്തലുകൾ. പൂരപ്പന്തലുകൾ പൂരത്തിന്റെ മെയിൻ അട്രാക്ഷൻ ആണ്. അപ്പം അതിന്റെ പണി തുടങ്ങുക എന്ന് വെച്ചാൽ പൂരം തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ്. പൂരം എക്സിബിഷനും പൂരത്തിന്റെ കൂടുതൽ വിശേഷങ്ങളും ഒക്കെ ഇനി വരുന്ന വ്ലോഗുകളിൽ നമുക്ക് കാണാം. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.